നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ SSC യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ALP-യിൽ ചോദിച്ച GK ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ. അപ്പൊ നമ്മള് റീസണിങ്ങും മാത്സും ഒക്കെ ഒത്തിരി നമുക്ക് കിട്ടുന്നുണ്ട്. GK ക്വസ്റ്റ്യൻസ് ആണ് കുറവ്. അപ്പൊ POQ കൂടെ ആവുമ്പോ എന്ത് ചെയ്യും, എന്തായാലും അടുത്ത വരുന്ന എക്സാംസുകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇന്ന് ALP GK ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അത് കഴിഞ്ഞ എക്സാംസിന് ചോദിച്ചത്. കഴിഞ്ഞ എക്സാം എന്ന് പറയുമ്പോൾ 28/11/2024 നടത്തിയ ALP സ്റ്റേജ്, രണ്ടാം സ്റ്റേജിൽ നടത്തിയ GK ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. GK ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നോക്കി പോകുന്നു. ഓക്കെ, ഇതുപോലെ നമ്മൾ അതിന്റെ റീസണിങ്ങും മാത്സും ഒക്കെ നോക്കുന്നതായിരിക്കും. അപ്പം കൂടുതലും നമ്മൾ റീസണിങ് നോക്കുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മളൊരു GK എടുത്തത്. അപ്പൊ ഇനി നമുക്ക് NTPC-യുടെ എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് വേണം. ഇപ്പൊ CGL വന്നിട്ടുണ്ട്, CHSL വരും, സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. അതുകൊണ്ട് GK ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇത് 28/11/2024 നടത്തിയ സ്റ്റേജ് 2 ALP-യുടെ GK ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ICICI Bank has partnered with which of the following agencies in October 2024 to provide instant credit on UPI for pre-approved customers offering up to 2 lakh credit with a 45-day repayment period എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗൂഗിൾ പേ, ഫോൺ പേ, ഭാരത് പേ, പേടിഎം തന്നിട്ടുണ്ട് കേട്ടോ. ICICI ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പൊ നന്നായിട്ട് പത്രമൊക്കെ വായിക്കുന്നവർക്ക് മാത്രമേ ഇത് പെട്ടെന്ന് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ ആൻസർ വരുന്നത് ഫോൺ പേ ആണ് കേട്ടോ. ഓർത്തിരിക്കുക, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇനി അടുത്ത എക്സാംസുകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അതെന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്ത, The Public Examination Prevention of Unfair Means Act 2024 that aims to prevent unfair means in public examinations and common entrance tests held across the country came into effect in the which month of 2024 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ്, ജൂൺ, മെയ്, ജൂലൈ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആൻസർ ജൂൺ ആണ് കേട്ടോ. അപ്പൊ നമ്മള് സാധാരണ GK ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് മലയാളത്തിൽ, ഇത് നമുക്ക് മലയാളത്തിലാക്കാൻ പറ്റും കേട്ടോ. ആ സമയത്ത് നിങ്ങൾ ഏത് മലയാളം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്കാൻ പറ്റും. ശരി, ALP ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏതാണ് എഴുതുന്നതനുസരിച്ച് നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ. ചിലതിലൊക്കെ നമ്മൾ മലയാളമായിട്ട് എടുക്കാൻ പറ്റും, എല്ലാത്തിലും പറ്റാറില്ല. അപ്പൊ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When white light is disappeared by the glass prism into 7 colors, out of the following colors which color will be deviated the least? ഇത് എന്താണ് ഫിസിക്സുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. കറണ്ട് അഫയേഴ്സും എക്കോണമിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നോക്കി, when white light is dispersed by a glass prism into the 7 colors, out of the following colors which color will be deviated at least? ഏത് കളറാണ് ഡീവിയേറ്റ് ഏറ്റവും കുറച്ച് ഡീവിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളുടെ വൈറ്റ് ലൈറ്റ് പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോൾ. അതാണ് ചോദ്യം. അതിപ്പോ 7 കളേഴ്സ് ആയിട്ട് മാറും. അതിൽ ലെസ് ഡീവിയേറ്റ് ചെയ്യുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചത്. ഉത്തരം യെല്ലോ ആണ് കേട്ടോ. യെല്ലോ ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അതുപോലെ, as per Women, Business and the Law 2024 WBL 2024, ഇന്ത്യ സ്കോർസ് ഔട്ട് ഓഫ് 100 എത്രയാണ് ഇന്ത്യ സ്കോർ ചെയ്തത്? നമ്മുടെ എന്താണ് PSC ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ALPക്ക് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് 74.4 ആണ് കേട്ടോ. 74.4 ആണ്. WBL-നെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ആർ ദ ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്സ് ഓഫ് ഓർഗാനിസംസ്? ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്സ് ഓഫ് ഓർഗാനിസംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൽസ്, ബോൺസ്, ഫൈബേഴ്സ്, ടിഷ്യൂസ്. അപ്പൊ ആൻസർ വരുന്നത് സെൽസ് ആണ്. വാട്ട് ആർ ദ ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്സ് ഇൻ ഓർഗാനിസം എന്ന് വെച്ചാൽ ഏതാണ്? സെല്ലാണ്. നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അടുത്തത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. For how many days will the Ashtalakshmi Mahotsav be celebrated in December 2024? എത്ര ദിവസമാണ് അത് ആഘോഷിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 days, 1 days, 2 days, 3 days. ഉത്തരം 3 days ആണ് കേട്ടോ. അടുത്ത, when an object falls under gravity, the object experiences an acceleration and deceleration, a force only when it hits the surface on the earth, no external force. ഉത്തരം an acceleration ആണ് കേട്ടോ. എന്താണ്? when an object falls under gravity, the object experience ചെയ്യുന്ന എന്തായിരിക്കും? an acceleration ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതൊരു ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അടുത്ത്, when an iron nail dipped into a copper sulfate solution
വിച്ച് സബ്സ്റ്റൻസ് ഗെറ്റ്സ് ഡിസ്പ്ലേസ്ഡ്, വിച്ച് സബ്സ്റ്റൻസ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോപ്പർ ഉണ്ട്, കോപ്പർ സൾഫേറ്റ് ഉണ്ട്, അയൺ ഉണ്ട്. അപ്പൊ അയണില് കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഏത് സബ്സ്റ്റൻസ് ആണ് എന്താണ് ഡിസ്പ്ലേസ് ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കോപ്പർ ആണ് ഡിസ്പ്ലേസ് ആവുന്നത്. ഓക്കെ. വാട്ട് ഈസ് ദ പാത്ത് ഓഫ് ആൻ ഒബ്ജെക്ട് വെൻ ഇറ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ? അത് എന്താണ് നമ്മുടെ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? വാട്ട് ഈസ് ദ പാത്ത് ഓഫ് ആൻ ഒബ്ജെക്ട് വെൻ ഇറ്റ്സ് ഇൻ യൂണിഫോം മോഷനിലാണെങ്കിൽ അതിന്റെ പാത്ത് എന്തായിരിക്കും, ഒരു ഒബ്ജെക്റ്റിന്റെ പാത്ത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കിൾ, സ്ട്രെയിറ്റ് ലൈൻ, പാരാബോള, എലിപ്സ് ആണ്. ആൻസർ വരുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അടുത്തത്, an object is placed between the focus and the pole of a concave mirror, the image formed will be. സ്ഥിരമായിട്ട് നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, സ്കൂളിൽ തൊട്ടേ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ്. അപ്പൊ ഇത് എന്ത് ചെയ്യാം, നമുക്കൊരു ടേബിൾ വരച്ചിട്ടൊക്കെ നമുക്കറിയാം, അത് എന്ത് ചെയ്യാ, പഠിച്ചു വെക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചാല് വിർച്വൽ എറക്റ്റ് ആൻഡ് എൻലാർജ്ഡ് എന്നാണ് കേട്ടോ. അടുത്തൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. Who became first woman fighter pilot to join the Elite 18 Flying Bullets Squadron in 2024? ഭാവന കാന്ത്, മോഹന സിംഗ്, ആവനി ചതുർവേദി, ശിവാംഗി സിംഗ് ആണ്. മോഹന സിംഗ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, മോഹന സിംഗ് ആണ്. How many medals were secured by India in Paris Olympics 2024 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 6 ആണ് കേട്ടോ. 6 മെഡലുകളാണ്. In colloids, which of the following a correct example of foam എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊളോയിഡ്സിൽ പഠിക്കാനുണ്ട്, നമ്മുടെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്യൂമൈസ്, മിസ്റ്റ്, ജെല്ലി, ഫോഗ് ആണ് തന്നിരിക്കുന്നത്. പ്യൂമൈസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. പെട്ടെന്ന് നോക്കിയിരുന്നാൽ മതി, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ അടുത്ത എക്സാമിന് പോകുമ്പോൾ നോക്കിയിട്ട് പോകണം. അടുത്ത ജീസസ് 24 അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സിംപോസിയം എവിടെയാണ് നടന്നത്? 5th 5ാമത്തെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സിംപോസിയം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാല് ബംഗളൂരു, ചെന്നൈ, ന്യൂഡൽഹി, മുംബൈ. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് നടന്നത്. ഓക്കെ. അടുത്തൊരു ബയോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മെറ്റബോളിക് ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽ ഇൻ ഹ്യൂമൻ ബീയിങ് ആർ റിമൂവ്ഡ് ബൈ വാസ്കുലർ സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, സർക്കുലറി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം. ഏതായിരിക്കും? എക്സ്ക്രീറ്ററി സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ആൻസർ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. അടുത്ത, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് ബിക്കോസ് ഓഫ് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി, സൈസ് ഓഫ് പാർട്ടിക്കിൾസ്, കൈനറ്റിക് എനർജി, ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. കണ്ടിന്യൂസ്ലി മൂവിങ് എന്നാണ് പറയുന്നത്. മൂവിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. കൈനറ്റിക് എനർജി ആണ്. അടുത്തത്, identify the simplest compound formed by the carbon that is used widely as fuel. ഓക്കെ, ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് എഴുതാനാണ്. എങ്ങനെയാണ്? കാർബണുമായിട്ട് ഫോം ചെയ്ത് issued by widely as fuel ആയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. മീഥൈൽ ഉണ്ട്, മീഥൈൻ ഉണ്ട്, ഈഥൈൻ ഉണ്ട്, പ്രൊപ്പൈൻ ഉണ്ട്. ഏതായിരിക്കും? മീഥൈൻ ആയിരിക്കും. ഈ മീഥൈൽ ഫസ്റ്റ് കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത, Dash was awarded the Green Energy Champion Awarded for 23-24 at a meeting hosted by Indian Wind Power Association Coimbatore on 18 August 2024. ആർക്കാണ് കിട്ടിയെന്നാണ് ചോദിച്ചത്. ഏത് സ്റ്റേറ്റിന്? ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കേരള. ആർക്കാണ് കിട്ടിയത്? ആന്ധ്രാപ്രദേശിനാണ് കിട്ടിയിരിക്കുന്നത്. In the female reproductive organ of flower, the swollen bottom part is dash, middle elongated part is the dash, and the terminal part that may be sticky with the sticky is the stigma എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിതില് ബ്ലാങ്കിൽ ഒന്ന് ഫില്ല് ചെയ്യാണ് വേണ്ടത്. സ്റ്റൈൽ ഓവറി ഉണ്ട്, ഓവറി സ്റ്റൈൽ ഉണ്ട്, ബഡ് സ്റ്റൈല്, സൈഗോട്ട് ആൻഡ് പോളൻ ട്യൂബ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓവറിയും സ്റ്റൈലും ആണ്. ഇവിടെ ഓവറി, ഇവിടെ സ്റ്റൈലും ആണ് വരുന്നത് കേട്ടോ. അടുത്ത, which of the following teams was the winner of the second edition of Women's Premier League എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു, UP വാരിയേഴ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, മുംബൈ ഇന്ത്യൻസ്. ആൻസർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, what is the name of the project launched by the Ministry of Culture in 2024 to showcase India's artistic heritage through public art installations എന്നാണ്. പ്രോജക്ട് ഭാരതി, പ്രോജക്ട് കല, പ്രോജക്ട് സംസ്കൃതി, പ്രോജക്ട് പരി. ആൻസർ പ്രോജക്ട് പരി ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ALP സ്റ്റേജ് 2 28-ാം തീയതി ചോദിച്ച GK ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ, പെട്ടെന്ന് ഇത് നോക്കി പോവാവുന്നതേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഇനി നോക്കിയിട്ട് പോവാം. അപ്പൊ നമ്മള് ALP ചോദിച്ചതും NTPC ചോദിച്ചതായിട്ടുള്ള
എല്ലാ ക്വസ്റ്റ്യൻസും ഇനി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ GK ഇനി റീസണിങ് മാത്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യുക, അടുത്ത എക്സാംസിന് പോകുന്നത് നന്നായിട്ട് പഠിക്കുക. CGL ഒക്കെ വരുന്നത് കൊണ്ട് എന്ത് ചെയ്യുക, ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.